ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി രാത്രിയും പുലർച്ചെയുമായി ഒത്തുകൂടി പ്രവർത്തകർ. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ചെന്നിത്തലയെ കാണാനെത്തിയത്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ രമേശ് ചെന്നിത്തല ഒടുവിൽ ഗുരുവായൂരെത്തി മൗനം വെടിഞ്ഞു. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയത് അല്പസമയങ്ങൾക്ക് മുൻപാണ്. പാർലമെന്ററി പാർട്ടി യോഗത്തിലടക്കം പങ്കെടുക്കാതെ മാധ്യമങ്ങളോടടക്കം പ്രതികരിക്കാതെയാണ് രമേശ് ചെന്നിത്തല ഇന്നലെ നേരിട്ട് തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് എത്തിയത്. ഗുരുവായൂരിലെത്തിയത് ഈ അല്പസമയങ്ങൾക്ക് മുൻപ് പുലർച്ചെ 3 മണിയോടുകൂടി ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി. രമേശ് ചെന്നിത്തലയെ കാത്ത ഒട്ടേറെ അനുയായികൾ ഇന്നലെ രാത്രി 11 മണി മുതൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതിനും മണിക്കൂറുകൾ മുൻപ് തന്നെ തൃശ്ശൂരിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമുള്ള രമേശ് ചെന്നിത്തലയുടെ അനുയായികളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും സീനിയർ നേതാവ്, പ്രവർത്തക സമിതി മെമ്പറാണ് ഇന്ന് രമേശ് ചെന്നിത്തല. പുള്ളിയുടെ ഒപ്പം സഹഭാരവാഹിക യൂത്ത് കോൺഗ്രസ് NSUവിലൊക്കെ ഇരുന്ന ആൾക്കാര് കേരളത്തിൽ മറ്റേ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണെന്ന്. നരേന്ദ്രമോദി പുള്ളി യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ്, പുള്ളി ABVPയുടെ പ്രസിഡന്റാണ്. അല്ല, അദ്ദേഹത്തെ സംസാരിച്ചു, അദ്ദേഹത്തിന് ഒരു നിരാശനായിരുന്നു ഇന്നലെയൊക്കെ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇത് പാർട്ടി കാണിച്ച ചെറിയൊരു നീതികേട് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തോട് സംസാരിച്ചോ? എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ എന്നുള്ള നിലയിലാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കമാൻഡ് എന്ത് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് രമേശ് ചെന്നിത്തല നിൽക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും പിന്നെ രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പം പിന്നെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എവിടെ ചെന്നാലും പ്രവർത്തകന്മാരുടെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു നേതാവ്, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തലയോട് ഈ ഹൈക്കമാൻഡ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ നീതികേടാണ് കാണിച്ചതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്, എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ പരിഭവങ്ങൾ അവസാനിച്ചു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പരിഭവങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം എക്കാലത്തും കോൺഗ്രസിന്റെ നന്മയ്ക്ക് വേണ്ടിയും സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നല്ലൊരു നിലപാട് എടുത്തിട്ടുള്ളതാണ്. തീർച്ചയായും രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ടതാണ്. അതിന്റെ ഹൈക്കമാൻഡും അതുപോലെ സംസ്ഥാന കോൺഗ്രസും അദ്ദേഹത്തിന് ഒരവസരം കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രവർത്തകർക്കൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വലിയ ദുഃഖമുണ്ട്, നിരാശയുണ്ട്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ. ഏതായാലും പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിസഭയിലേക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ വ്യക്തമായൊരു മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി രമേശ് ചെന്നിത്തല ഇന്റർസിറ്റി എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു പ്രതികരണം കൂടി പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം.